നല്ല ഡയറക്ടേഴ്സ് എല്ലാം തന്നെ ഡിസപ്പോയിൻ്റ് ചെയ്യുകയാണ് പതിവ്. അതിലുള്ള ലേറ്റസ്റ്റ് എൻട്രി എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സൊണാക്ഷി സിൻഹയായിട്ട് അഖീറ എന്ന് പറയുന്നൊരു മൂവി ചെയ്തു. അത് കഴിഞ്ഞ് മഹേഷ് ബാബുവിൻ്റെ കൂടെ സ്പൈഡർ, പിന്നെ അങ്ങോട്ട് കുറേ സിനിമകൾ അദ്ദേഹം ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ രമണയാണെങ്കിലും ഗജിനിയാണെങ്കിലും വിജയുടെ കത്തിയാണെങ്കിലും തുപ്പാക്കിയാണെങ്കിലും എല്ലാം തന്നെ നല്ല വർക്ക്സ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം കത്തിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യമായി നല്ല സിനിമകളൊന്നും സംഭവിച്ചില്ല. സോ ഇപ്പോൾ മദ്രാസ് റിലീസായിട്ടുണ്ട്. ഈ ഒരു ശിവകാർത്തികേയൻ നായകനായിട്ട് വന്ന ഈ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഹാഫ് ബേക്ക്ഡ് മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ തോന്നിയത്. അങ്ങനെ പോകുന്ന ആ ഒരു ഓപ്പറേഷൻസിൽ ശിവകാർത്തികേയൻ്റെ ഒക്കെ ഒരു ഇൻട്രോ വരുന്നുണ്ട്. സോ ആ ഒരു ഇൻട്രോ വരുമ്പോൾ തന്നെ ഒരു സോങ്ങിലാണ് ആ ഒരു ഇൻട്രോ വരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലവ് ട്രാക്കായിട്ട് വേറെ രീതിയിൽ സിനിമ പോകുന്നുണ്ട്. ആ ഒരു ലവ് ട്രാക്ക് സിനിമയുടെ കഥയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഒരു ഓപ്പറേഷൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു കല്ലുകടിയാണ് ആ ഒരു സീക്വൻസസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ വിദ്യു ജമാലിൻ്റെ പെർഫോമൻസ്, ആ ഒരു സ്റ്റൈലിഷ് വില്ലനായിട്ടുള്ള പല സീക്വൻസസിലും പല ഷോർട്സിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ശിവകാർത്തികേയൻ്റെ ആ ഒരു എഫേർട്ട് ഈ ഒരു സിനിമയിൽ വളരെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം മെയിൻലി ഒരു ആക്ഷൻ സീക്വൻസസിൽ, കാരണം തമിഴിൽ എടുക്കുകയാണെങ്കിൽ സൂര്യ, വിജയ്, വിശാൽ അങ്ങനെ ഒത്തിരി ആക്ഷൻ സീക്വൻസസ് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഗംഭീര ആക്ഷൻ സീക്വൻസസ് ആണ് ഇതിൽ ശിവകാർത്തികേയൻ ചെയ്തിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ എഫേർട്സ് ഒക്കെ നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഈ ഒരു മൂവിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെയാണ് സിനിമയുടെ ഹൈലൈറ്റ്സ്.